ഇനി വന്നുള്ള ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കിടിലൻ മെത്തേഡാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ 2025 ഒരുപാട് പേർക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്ന നാളുകളിൽ എല്ലാവർക്കും ഇതുപോലെ അടിപൊളിയായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. സോ ഒരു കിടിലൻ ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ്, ഞാൻ പറയാൻ പോകുന്ന ഈ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യാൻ തീർച്ചയായും നിങ്ങൾക്ക് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എന്നുള്ള പുതിയ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. സോ ഞാൻ പറയുന്ന ആ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മാത്രമേ എല്ലാവർക്കും ഈ ഒരു ഫേസ്ബുക്കിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ട് ഇത് കിട്ടിയിട്ടില്ല. സോ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായി ഞാൻ പറഞ്ഞുതരാം. ഇത് എങ്ങനെയാണ് ഈ ഒരു ക്യാഷ് ഏൺ ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങളിടുന്ന ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസ്, റീൽസ്, എന്തിനും നിങ്ങളിടുന്ന ടെക്സ്റ്റ് പോസ്റ്റ്, അതായത് നിങ്ങൾ എഴുതിയിടുന്ന ടെക്സ്റ്റ് പോസ്റ്റിന് വരെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. സോ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻഗേജ്മെൻറ്റ്, അതായത് നിങ്ങൾ പോസ്റ്റിലാണെങ്കിൽ ഫോട്ടോസിലാണെങ്കിൽ വീഡിയോസിലാണെങ്കിൽ എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കുക. അതായത് ഓഡിയൻസ് കൂടുതൽ വാച്ച് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്ന പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോവേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ അക്കൗണ്ട് യൂസ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലെ ഫ്രണ്ട്സിനെ തന്നെ നിങ്ങൾ ഫോളോവേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 5000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5000 ഫോളോവേഴ്സായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു കിടിലൻ മെത്തേഡ് കൂടി ഉണ്ട്. അതാണ് പ്രൊഫഷണൽ മോഡ് എന്നുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ നിലവിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ മാത്രം എനേബിൾ ചെയ്താൽ മതി. അതായത് നിങ്ങൾ ഈ ഒരു 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത ശേഷം ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഇനി മുതൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, ഈ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതായത് ഏറ്റവും മോസ്റ്റ്ലി കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽസ് അപ്ലോഡ് ചെയ്ത് റീൽസിലൂടെയാണ് എലിജിബിൾ ആവുക. അതായത് നിങ്ങൾ ആദ്യം കുറച്ച് റീൽസ് അപ്ലോഡ് ചെയ്യുക, ഏകദേശം ഒരു 50 റീൽസെങ്കിലും അപ്ലോഡ് ചെയ്ത് നല്ല വ്യൂസ് ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം മാത്രം ഈ പറയുന്ന കണ്ടന്റ് മോണിറ്റൈസേഷനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ പ്രൊഫൈലിൽ കാണുന്ന പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും അവസാനം മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കണ്ടന്റ് മോണിറ്റൈസേഷനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതിലൂടെ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾ എലിജിബിൾ ആണ്, തീർച്ചയായും നിങ്ങൾക്ക് അത് ടേൺ ഓൺ ചെയ്ത് തരും അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഫീച്ചർ ഓൺ ആക്കി തരും. സോ അതിലൂടെ നിങ്ങൾക്ക് ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 50 റീൽസ് എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള 50 റീൽസ് എങ്കിലും അപ്ലോഡ് ചെയ്യുക. സോ അതിനുശേഷം നല്ല വ്യൂസ് ഉണ്ടാക്കിയ ശേഷം ഇത് സബ്മിറ്റ് കൊടുക്കുക. തീർച്ചയായും ഒരുപാട് പേർക്ക് അങ്ങനെ ആ ഒരു ഓപ്ഷൻ കിട്ടി അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ എനേബിൾ ആയി മാറിയിട്ടുണ്ട്. സോ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. സോ ഈ ഒരു ടിപ്പ് എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ നിങ്ങളിടുന്ന ഫോട്ടോസ് ആണെങ്കിൽ അതുപോലെ തന്നെ വീഡിയോസിനും അതുപോലെ എന്തിനും നിങ്ങൾ ടെക്സ്റ്റ് പോസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും എഴുതിയിടുകയാണെങ്കിൽ കൂടെ അതിനൂടെ എൻഗേജ് ചെയ്യുന്നുണ്ട്, അതായത് എൻഗേജ്മെൻറ്റ് ഉണ്ട്, തീർച്ചയായും അതിന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വരുന്നു. ഇതുപോലത്തെ ടിപ്പ് അതല്ലെങ്കിൽ ഇനിയും ഈ ഒരു ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.